ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ B.A Arabic ഫോർത്ത് സെമസ്റ്റർ മെത്തഡോളജി ഓഫ് അറബിക് ലാംഗ്വേജ് എന്ന പാഠഭാഗത്തിലെ പേപ്പറിൻ്റെ പാർട്ട് 3 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ആദ്യ ഭാഗം നമ്മൾ പരിശോധിച്ചാണ്. ഒന്നാമത്തെ യൂണിറ്റ് അൽ-ഇൽമു വദ്ദിറാസ എന്നതാണ്. അതിനകത്ത് 4 ചാപ്റ്റർ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി. അതിൽ മൂന്നാമത്തെ ചാപ്റ്റർ അൽ-ഇൽമു ഇൻ ദ ഉലമാഇൽ അറബ് എന്നതാണ് നമ്മളിത് പരിശോധിക്കുന്നത്. ഇതിനകത്ത് അറബ് സ്കോളേഴ്സ് നോളജിന്, ഇൽമിന് എത്രത്തോളം പ്രാധാന്യം നൽകിയിട്ടുണ്ട്, അവരെങ്ങനെയാണ് അതിനെ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളത്, സമീപിച്ചിട്ടുള്ളത്, എന്തൊക്കെ സംഭാവനകൾ അവർ നോളജിനും സയൻസിനും ഒക്കെ നൽകിയിട്ടുണ്ട് എന്നതൊക്കെയാണ് നമ്മൾ ഇതിൽ നിന്ന് അത്യധികമായി മനസ്സിലാക്കേണ്ടത്. ഇന്നുള്ള ആധുനിക മോഡേൺ സയൻസിൻ്റെ പല ബ്രാഞ്ചുകളും പല ഡിപ്പാർട്ട്മെൻറ്റുകളും അറിയപ്പെടുന്നത് പോലും പഴയകാല അറബ് സ്കോളേഴ്സിൻ്റെ പേരിലാണ് എന്നതാണ് ഒരു വസ്തുത തന്നെ. അപ്പോൾ ഇന്ന് വരുമ്പോൾ ധാരാളം വിഷയങ്ങൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുണ്ട്. ഖുർആനും പ്രവാചകനുമാണ് ഇവർക്ക് ഇത്രമാത്രം പ്രചോദനങ്ങൾ, ഇൻസ്പിറേഷൻ ഈ വിഷയത്തിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ അത്തരം വിശദാംശങ്ങളിലേക്ക് കടക്കുക എന്നത് നമുക്കിപ്പോൾ സാധ്യമല്ല എന്നതുകൊണ്ട് തന്നെ ഏതാനും ചില കോട്ടിങ്ങുകൾ മാത്രമാണ് നമ്മൾ ഈ പാഠഭാഗത്തിൽ പരിശോധിക്കുന്നത്. ഇതാണ് നമുക്ക് വായിക്കാനുള്ള ടെക്സ്റ്റ്. ഇത് എല്ലാവരുടെയും കയ്യിലും PDF ആയിട്ട് ഉണ്ടാകും എന്ന് കരുതുകയാണ്. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നൽകാം. അപ്പോൾ അൽ-ഇൽമു ഇൻ ദ ഉലമാഇൽ അറബ്, ഇതിൽ ആദ്യം നമ്മൾ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൗലാണ് പരിശോധിക്കുന്നത്. അദ്ദേഹം വലിയ ഹക്കീമായിരുന്നു, നല്ല നോളജ്ഫുള്ളായിട്ടുള്ള, നല്ല താത്വിക ചിന്തയുള്ള ഒരു വ്യക്തിയായിരുന്നു എന്ന് നമുക്കറിയാം. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇൽമും ജഹലും തമ്മിലുള്ള വ്യത്യാസം, അല്ലെങ്കിൽ അതിന് സമൂഹത്തിലുള്ള സ്റ്റാറ്റസ്, ശ്രേഷ്ഠത മനസ്സിലാക്കാൻ വളരെ എളുപ്പമുള്ള ഒരു തത്വം പറയുകയാണ് അദ്ദേഹം. അതായത് ഇൽമ് ഇല്ലാത്ത ആളുകൾ പോലും തങ്ങൾക്കത് ഉണ്ട് എന്ന് വരുത്തി തീർക്കാനും സ്വയം വിശ്വസിക്കാനുമാണ് ആഗ്രഹിക്കുക. ജഹല് ഉള്ള ആളുകൾ പോലും തനിക്കത് ഇല്ല എന്ന് കരുതാനും ആളുകളുടെ മുന്നിൽ അങ്ങനെ വരുത്തി തീർക്കാനുമാണ് ശ്രമിക്കുക. ഇത് തന്നെയാണ് ഇൽമിൻ്റെയും ജഹലിൻ്റെയും വലിയ വ്യത്യാസം എന്ന് അദ്ദേഹം പറയുന്നു. നമുക്ക് കോട്ടിങ് വായിക്കാം. കഫാ ബിൽ ഇൽമി, ഇൽമിന് അഥവാ നോളജിന് മതിയാകുന്നതാണ് ഷറഫൻ, അതിൻ്റെ ശ്രേഷ്ഠത എന്നോണം. അപ്പോൾ നോളജിൻ്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു കാര്യം എന്താണെന്നറിയോ? യദ്ദഈഹി, ആളുകൾ അവകാശപ്പെടുന്നു എന്നതാണ്. ഏതാളുകൾ? മല്ലാ യഹ്സിനുഹു, ഇൽമ് ലഭിച്ചിട്ടില്ലാത്ത ആളുകൾ. അപ്പൊ ഇൽമ ഇല്ലാത്ത ആളുകൾ പോലും തനിക്കതുണ്ട് എന്ന് അവകാശവാദം ഉന്നയിക്കുമെന്നതാണ് ഇൽമിന്റെ ശ്രേഷ്ഠതയിൽ ഏറ്റവും പ്രധാനം. ഇൽമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ ഈ ഒറ്റ കാരണം മാത്രം മതി എന്ന് അദ്ദേഹം പറയുന്നു. വയഫ്രഹു ഇദാ നുസിബ ഇലൈഹി, അങ്ങനെ ഒരാൾക്ക് ഇൽമ ഉണ്ട് എന്ന് പറയപ്പെട്ടാൽ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷവും. അപ്പോൾ ഒരു പടുജാഹിലിനെ വിളിച്ചിട്ട് ആരെങ്കിലും പൊതു വേദിയിൽ വെച്ച് വലിയ പണ്ഡിതനാണ്, വലിയ അറിവുള്ളവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജാഹിലിനും അത് കേൾക്കുമ്പോൾ സന്തോഷമാണ് ഉണ്ടാവുക. അത് അയാളെ അപമാനിച്ചു എന്നോ അയാൾക്ക് ഏതെങ്കിലും അർത്ഥത്തിൽ മാനഹാനി ഉണ്ടാക്കിയെന്നോ ആരും കരുതില്ലല്ലോ. അപ്പൊ ഇൽമ ഒട്ടും തൊട്ട് തീണ്ടിയിട്ടില്ലാത്ത ആളുകൾ പോലും തനിക്ക് ഇൽമ ഉണ്ട് എന്ന് അറിയപ്പെടുന്നത് ആണ് ഇഷ്ടപ്പെടുന്നത്. അതേസമയം കഫാ ബിൽ ജഹലി, ജഹൽ എന്നാണ് ഇതിൽ അക്ഷരത്തെറ്റുണ്ട്, ജബില് എന്നാണ് കാണുന്നത്, അത് തിരുത്തി വായിക്കണം. കഫാ ബിൽ ജഹലി ദമ്മൻ, ഇനി ജഹലിന്റെ നിസ്സാരത മനസ്സിലാക്കാനുള്ള ഉദാഹരണം എന്താന്ന് പറഞ്ഞാൽ അയ്യത്തബറഅ മിൻഹു, അതിൽ നിന്ന് മാറി നിൽക്കാനാണ് ആളുകൾ ശ്രമിക്കുക. മൻഹുവ ഫീഹി, ആ ജഹലുള്ള ആളുകൾ പോലും. അപ്പോൾ ഒരു വേദിയിൽ വെച്ച് അല്ലെങ്കിൽ ഒരാളോട്, പടുവിഡ്ഢിയായ ഒരാളോട് തനിക്ക് ജഹലുണ്ടല്ലോ, വിവരക്കേടുണ്ടല്ലോ എന്ന് പറയുന്നത് അയാൾ പോലും ആഗ്രഹിക്കുന്നില്ല, കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നത് തന്നെ ജഹലിന്റെ നിസ്സാരത ബോധ്യപ്പെടുന്ന കാര്യമാണ്. അപ്പൊ പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവുന്നു കരുതുന്നു. കഫാ ബിൽ ഇൽമി ഷറഫൻ, ഇൽമിന്റെ ഷറഫ് മനസ്സിലാക്കാൻ ഉതകുന്നതാണ് യദ്ദഈഹി മല്ലാ യഹ്സിനുഹു, ഇൽമില്ലാത്ത ആളുകൾ പോലും ഉണ്ട് എന്ന് അവകാശപ്പെടുന്നു എന്ന കാര്യം. വയഫ്രഹു ഇദാ നുസിബ ഇലൈഹി, അങ്ങനെ ഒരാൾക്ക് ഇൽമുണ്ട് എന്ന് പറയപ്പെടുന്നതോടുകൂടി അയാൾ സന്തോഷവാനായി തീരുകയും ചെയ്യുന്നു എന്നത് ഇൽമിന്റെ ശ്രേഷ്ഠത മനസ്സിലാക്കാൻ മതിയാകുന്ന ഒരു കാര്യമാണ്. അതേപോലെ വഖഫാ ബിൽ ജഹലി ദമ്മൻ, അജ്ഞതയുടെ, വിവരക്കേടിന്റെ നിസ്സാരത മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം അല്ലെങ്കിൽ അതിനുള്ള ന്യായം മിൻഹു മൻ ഹുവ ഫീഹി, ജഹലുള്ള ആളുകൾ പോലും ഇല്ല എന്ന് വരുത്തി തീർക്കുക, അതിൽ നിന്ന് മാറി നിൽക്കാൻ, ഓടി അകലാനൊക്കെയാണ് ആഗ്രഹിക്കുന്നത് എന്നതാണ്. ഓക്കെ, അപ്പൊ ഇതാണ് അലി റളിയല്ലാഹു അൻഹു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം.
അടുത്തത് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി, അദ്ദേഹത്തിന്റെ ഒരു കൗല് വളരെ പ്രസിദ്ധമാണ്. ലൈസ ഷൈഉൻ ബഅദൽ ഫറായിദി അഫ്ളലു മിൻ തലബിൽ ഇൽമ. ഇൽമ അന്വേഷിക്കുന്നതിനേക്കാളും അഫ്ളലായിട്ട് മറ്റൊരു കാര്യവുമില്ല ഫറായിദുകൾ കഴിഞ്ഞാൽ. ഫറായിദ് എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് ഫർലായ നിർബന്ധപൂർവം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങൾ എന്നാണ്. അപ്പോൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വളരെ അനിവാര്യമായും ചെയ്തു തീർക്കേണ്ട ഫർലായ കുറേ കാര്യങ്ങളുണ്ടല്ലോ, അതിനുശേഷം ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും അഫ്ളലായ കാര്യം ഇൽമ് അന്വേഷിക്കുക എന്നതാണ്. നമുക്ക് നേരത്തെയും കുറെ പറഞ്ഞാണെങ്കിൽ പോലും ഒരുപാട് ഹദീസുകൾ ധാരാളം നമ്മൾ ഉദ്ധരിക്കാത്ത, എന്നാൽ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഹദീസുകൾ കാണാം. തലബുൽ ഇൽമ് ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ വ മുസ്ലിമത്തിൻ എന്നൊരു ഹദീസുണ്ട്. എല്ലാ മുസ്ലിമിനും, അത് ആണാവട്ടെ പെണ്ണാവട്ടെ, ഫർളായ വാജിബായ കാര്യമാണ് ഇൽമ് അന്വേഷിച്ച് കണ്ടെത്തുക എന്നത്. അത് ഏത് പ്രായമെന്നോ ഏത് സ്ഥലമെന്നോ ഏത് ലിംഗമെന്നോ ഏത് ജോലി ചെയ്യുന്ന ആളെന്നോ ഒന്നൊരു വ്യത്യാസമില്ല. ഏത് പ്രായത്തിലും ഏതിടത്തും ആർക്കും നേടിയെടുക്കാവുന്ന ഒരു കാര്യമാണ് ഇൽമ് എന്നത്. അപ്പോൾ അതിന് അത്രമാത്രം ശ്രേഷ്ഠതകൾ ഇസ്ലാം വെച്ചിട്ടുണ്ട്, ഫളീലത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഫർളുകൾ കഴിഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, അഫ്ളലായ ഒരു കാര്യം തലബുൽ ഇൽമ് ആണ് എന്ന്. അതുപോലെ തന്നെ അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നു, മല്ലാ യുഹിബ്ബുൽ ഇൽമ, ഇൽമ് ഇഷ്ടപ്പെടാത്തവരാണ്. പഠിക്കുന്നത് അല്ലെങ്കിൽ മനസ്സിലാക്കുന്നത്, ഒരു കാര്യം ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ പുതുതായി ശേഖരിക്കാൻ ശ്രമിക്കുന്നത് ഇഷ്ടപ്പെടാത്ത ഒരാൾ, ഫലാ ഖൈറ ഫീ, അയാളിൽ ഒരു നന്മയുണ്ടാവില്ല, ഒരു ഗുണവും അയാളിൽ ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഫലാ യകുൻ ബൈനക വ ബൈനഹു മഅരിഫത്തുൻ വലാ സദഖ, അത്തരക്കാരും താനും തമ്മിൽ യാതൊരു ബന്ധവും സൗഹൃദവും ഒന്നും പാടില്ല. അതായത് ഇൽമ് നേടാൻ ആഗ്രഹിക്കാത്ത ഒരാൾ, അയാളിൽ ഒരു നന്മയുണ്ടാവില്ല, അത്തരക്കാരുമായിട്ട് നിങ്ങൾ കൂട്ടുകൂടാനും പാടില്ല എന്ന് ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നു. അടുത്തത് ഖാൽ ഫതഹുൽ മുസല്ലി അലൈസൽ മരീദ് ഇദാ മുനിയ തആം വശറാബ് വദ്ദവാ യമൂത് ഖാലു ബല കദാലിക القلب ഇദാ മുനിയ അൻഹു الحكمة والعلم ثلاثة أيام യമൂത്. അദ്ദേഹം പറയുന്നത് അലൈസൽ മരീദ്, ഒരു രോഗി, അവിടെ ദാലാണ് വേണ്ടത്, ദാലല്ല. ഇതാ മുനിയ താമോ ഷറാബോ ദവാ, ഒരു രോഗിക്ക് ഭക്ഷണം, വെള്ളം, മരുന്ന് ഇവയൊക്കെ തടയപ്പെട്ടാൽ, കിട്ടാതെ പോയാൽ യമൂത്, മരിച്ചു പോകുമോ എന്ന് ചോദിച്ചപ്പോൾ നാട്ടുകാരൊക്കെ പറഞ്ഞു, കേട്ട ആൾക്കാരൊക്കെ പറഞ്ഞു, കാലുബല, യെസ്, മരിക്കുമല്ലോ ഉറപ്പായിട്ടും. അപ്പോൾ ഭക്ഷണവും മരുന്നും അതുപോലെ വെള്ളമൊന്നും കിട്ടിയില്ലെങ്കിൽ ഏത് രോഗിയും മരിക്കും. അപ്പോൾ ഇദ്ദേഹം പറയുന്നു, കദാലിക്കൽ ഖൽബ്, ഇപ്രകാരം തന്നെയാണ് ഹൃദയത്തിന്റെയും കാര്യം. ഇദാ മുനിഅ അൻഹു അൽ ഹിക്മ വൽ ഇൽമ സലാസത അയ്യാം, 3 ദിവസത്തോളം ഒരു ജ്ഞാനവും ഒരു ഹിക്മത്തും ലഭിച്ചിട്ടില്ലാത്ത ഒരു ഹൃദയം, അത് സ്വാഭാവികമായി 3 ദിവസങ്ങൾക്ക് ശേഷം യമൂത്ത്, മരിച്ചു പോകുന്നത്. അപ്പൊ ഈ ഒരു 3 കോട്ടിംഗ് ആണ് ഈ പാഠഭാഗത്തിൽ നമ്മൾ ഉദ്ധരിക്കുന്നത്. ഇത് വായിച്ച് മനസ്സിലാക്കുക, പറ്റുമെങ്കിൽ ഇത് കാണാതെ പഠിക്കാൻ തന്നെ ശ്രമിക്കുക. മറ്റ് കാര്യങ്ങൾക്ക് നമ്മൾ അടുത്ത വീഡിയോ ശ്രദ്ധിക്കുക. ഇതിന് മുമ്പുള്ള വീഡിയോ വേണ്ടത് ഡിസ്ക്രിപ്ഷനിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതുകൂടി കണ്ടെത്താൻ ശ്രമിക്കുക. അപ്പോൾ നിർത്തുകയാണ്. എല്ലാവരോടും ഒന്നുകൂടി പഠിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട്, സംശയങ്ങൾ ചോദിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് നിർത്തുകയാണ്. അസ്സലാമു അലൈക്കും.